കവലകളിൽ കൊമ്പ് കോർക്കുന്ന, പരസ്പരം തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഇനി ഉണ്ടായിക്കൂടെ പാടില്ല. ഇങ്ങനെയല്ലയോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾ ഭിന്നിക്കരുത്. അലൈക്കും ബിൽ ജമാഅ, അലൈക്കും ബിൽ ജമാഅ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ? ആ ഒരു സംഘടിതം, ആ ഒരുമിച്ച് കൈകോർത്തു നിന്നുകൊണ്ട് ബിദ്അത്തിനെതിരെ ശബ്ദിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് UK ഉസ്താദ്. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷങ്ങളിൽ പെട്ടതായിരുന്നു. പക്ഷെ ആഗ്രഹം പൂവണിയാതെ, ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട UK ഉസ്താദ് എന്ന് പറയുന്ന UK എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹൽ വ്യക്തിത്വം നമുക്കറിയാം. നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനാണെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിന്റെ വിവിധ മണ്ണുകളിൽ, മുക്കുമൂലകളിൽ ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ധീര ശബ്ദമായിരുന്നു. സുന്നത്ത് ജമാഅത്ത്, അതുപോലെ തൗഹീദ്, ശിർക്ക്, ഇബാദത്ത്, ഇതാണ്. അദ്ദേഹം വെല്ലുവിളിക്കുമ്പോൾ തന്നെ വെളുത്ത പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയ ഒരു ലെക്ചർ ഹാജരാക്കൂ, ഒരു തെളിവ് ഹാജരാക്കൂ എന്ന് കൃത്യമായി വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു ശൈലി, അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ അദ്ദേഹം, നമുക്കറിയാം അദ്ദേഹത്തിന്റെ യാത്രകൾ, പല യാത്രകളും അദ്ദേഹം നടത്തി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. അതല്ലാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ദുന്യവിയായ ലക്ഷ്യങ്ങൾക്കോ ആയിരുന്ന സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടാക്കി. അതിനുവേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം കാണിച്ചിട്ടില്ല. അതിന് രാഷ്ട്രീയക്കാരന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാനോ അടിയറ പറയാനോ ഈ മരണം വരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം, നമുക്കറിയാം നിരവധി സംവാദങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സംവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തമുണ്ട്. ആ സംവാദങ്ങളുടെയൊക്കെ ആസൂത്രികൻ ആരായെന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ബഹുമാനപ്പെട്ട UK ഉസ്താദായിരുന്നു, നാട്ടിക ഉസ്താദായിരുന്നു. ഒരു കാലത്ത് നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം നടക്കുന്ന കാലം ബഹുമാനപ്പെട്ട AP ഉസ്താദ് തിളങ്ങിയ ഒരു സംവാദമാണ് കൊട്ടപ്പുറം സംവാദം, സംശയമില്ല. പക്ഷെ AP ഉസ്താദിന്റെ പിന്നിൽ അന്ന് അത് നോക്കി നിന്നതും, അത് നിയന്ത്രിച്ചതും, അത് നിരീക്ഷിച്ചതും, അതിന് പറഞ്ഞു കൊടുത്തതും, അതിന് ക്ലാസ് കൊടുത്തു വിട്ടതും, അതിന് നേതൃത്വം നൽകിയതും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി അൽ ഖാദിരി അൽ കാത്തിബി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനായിരുന്നു. ശംസുൽ ഉലമയുടെ ശിഷ്യനാണല്ലോ അദ്ദേഹം. പക്ഷെ അന്നത്തെ ആ കൊട്ടപ്പുറം സംവാദത്തിന്റെ ആസൂത്രികൻ ആരാണ്? UK ഉസ്താദ്. കല്ലൂർ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, മറ്റൊന്ന് നാട്ടിക മൂസ മുസ്ലിയാർ മർഹൂം, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇന്നലെ മരണപ്പെട്ടു പോയ UK ഉസ്താദ് കൊട്ടപ്പുറം സംവാദത്തിന്റെ ആസൂത്രികനായിരുന്നു എന്നുള്ളതാണ്. ആ കൊട്ടപ്പുറം സംവാദം വെല്ലുവിളിച്ചത് UK ഉസ്താദാൻ. ആ കൊട്ടപ്പുറം സംവാദത്തിലേക്ക് വലിച്ചിയച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ തൗഹീദി പ്രഭാഷണം, അദ്ദേഹത്തിന്റെ ആ ശിർക്കും തൗഹീദും, അത് കൃത്യം അതിന് നെല്ലും പതിരും വേർതിരിച്ചിട്ടുള്ള അവതരണം, ഉരുളക്ക് ഉപ്പേരി എന്ന നിലക്കുള്ള ഖണ്ഡനങ്ങൾ, ഇതൊക്കെയാണ് മാസങ്ങളോളം ആഴ്ചകളോളം നീണ്ട ഖണ്ഡനങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട UK ഉസ്താദ് നടത്തുക. ആ ഖണ്ഡനത്തിന്റെ പരിണിത ഫലമാണ് അവസാനം AP ഉസ്താദ് ഔലിയാക്കന്മാരുടെ മശായിഖന്മാരുടെ കറാമത്ത് കൊണ്ട് കൊട്ടപ്പുറം സംവാദത്തിൽ വഹാബികളെ തറപറ്റിക്കാൻ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ വഹാബികൾ തലപൊക്കിയിട്ടില്ല. നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞാൽ കേരളത്തിലെ പല സംവാദങ്ങളും സമസ്ത നേതൃത്വം നൽകിയിട്ടുണ്ട്. സമസ്തയുടെ ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ ആലപ്പുഴയിലും, അതുപോലെ കോഴിക്കോടും, അതുപോലെ എടമുട്ടവും, അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട്, കണ്ണൂരിലെ കമ്പി അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ നിരവധി സംവാദ മുഖാമുഖ ഖണ്ഡനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവിടെ സംവാദം, അതിലൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ആലപ്പുഴ സംവാദത്തിൽ വഹാബികളെ തറപറ്റിച്ചു സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ, ഇസ്തിഖാമയുടെ പ്രവർത്തകർ. അതേ നമുക്കറിയാം UK ഉസ്താദ് തന്റെ അവസാന കാലഘട്ടത്തിലും ഇന്നത്തെ LCD ക്ലിപ്പിംഗ് പ്രഭാഷണ മേഖലയിൽ പഴയകാലത്ത് ആലിമ്യങ്ങൾ ആരും ഇല്ലല്ലോ. പക്ഷെ അതിനൊക്കെ 1000 കോഴിക്ക് അരക്കാട എന്ന് പറഞ്ഞതുപോലെ UK ഉസ്താദ് ഇന്നത്തെ 100 കണക്കിന് ക്ലിപ്പിംഗ് പ്രഭാഷണത്തിന് ഒരൊറ്റ UK ഉസ്താദ് മതിയാകുമായിരുന്നു. അദ്ദേഹം വന്നാൽ പിന്നെ വഹാബികൾ അവിടെ കാലുകുത്തില്ല. UK ഉസ്താദ് വന്നു കഴിഞ്ഞാൽ വഹാബികൾ അവിടെ കാലുകുത്തുകയില്ല. അതുകൊണ്ടാണ് മൗദൂദികളുടെ തട്ടകത്തിൽ സുന്നിയ എന്ന് പറയുന്ന ആശയം ജനിച്ചത്. അതുപോലെ തന്നെ കൊടുവള്ളി റിയാദുസ് സ്വാലിഹീൻ,
അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദീനീ കലാലയങ്ങൾ. മാത്രമല്ല നമുക്കറിയാം ഈ സംവാദങ്ങൾ, കൊട്ടപ്പുറം സംവാദം പബ്ലിക്കായിരുന്നു. അന്ന് കല്ലെറിഞ്ഞു, വഹാബികൾ കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, പലതും ചെയ്തു അവര്. പിന്നെ അവർക്ക് പേടിയായി, പിന്നെ ഒരു സംവാദത്തിന് നേരിട്ട് വരില്ല. അവസാനം കുടുങ്ങിയാൽ ഇൻഡോർ സംവാദമാണ്. നമുക്കറിയാം അവസാനം ബഹുമാനപ്പെട്ട UK ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയാണ്. കോഴിക്കോട് ഈ അടുത്ത് ഒരു 4 വർഷം മുമ്പ് ഒരു സംവാദം നടന്നു. വിഷ്ണു മുജാഹിദിൻ്റെ മൗലവിമാരുമായിട്ട് കോഴിക്കോട് വെച്ചുകൊണ്ട് ഇസ്തിഗാസ എന്ന് പറയുന്ന വിഷയത്തിൽ ആ സംവാദത്തിന് തുടക്കം കുറിച്ചതും ബഹുമാനപ്പെട്ട ശൈഖുന UK ഉസ്താദായിരുന്നു. അവസാനം നമ്മുടെ സുന്നത്യമായത്തിൻ്റെ ചെറുപ്പക്കാർ, ചുണക്കുട്ടികൾ പോയിക്കൊണ്ട് ആ സംവാദത്തിന് നായകത്വം വഹിച്ചു, വഹാബികളെ തറപ്പറ്റിച്ചു. അങ്ങനെ നിരവധി സംവാദങ്ങൾ. അവസാനം സമസ്തയുടെ മറ്റൊരു സംവാദം എടവണ്ണയിൽ, തവസ്സുൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കം നാട്ടിക ഉസ്താദും KK ഹസൻ മുസ്ലിയാർ, കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാരും അവസാന ശ്വാസം വരെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയ ബഹുമാനപ്പെട്ട മർഹൂം UK ഉസ്താദുമായിരുന്നു. അപ്പോൾ കോഴിക്കോട് സംവാദത്തിന് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. അവസാനം ഈ വയസ്സുകാലത്ത് ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എനിക്കറിയാം, എൻ്റെ തൊട്ടടുത്ത പ്രദേശമാകുന്ന എളമരം, അവിടെ ഒരു വിദ്വാനുണ്ട്. അദ്ദേഹം ആദ്യം AP സുന്നി വിഭാഗത്തിൽപ്പെട്ട അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മൗലവിയ, നസീർ അസ്ഹരി എന്ന് പറയുന്ന എളമരത്തുകാരൻ, അബ്ദുൽ നസീർ അസ്ഹരി. പിന്നീട് അദ്ദേഹം വഹാബിയായി. വഹാബിയിൽ ഏത് വഹാബിയാണ് അല്ലാഹു ആലം. പക്ഷേ വഹാബികൾക്ക് പോലും അയാൾ തലകെട്ട് കെട്ടും, നല്ല ജുബ്ബടും, കുറേ സുന്നി ആശയങ്ങളും പറയും, കുറേ ഏറ്റവും വലിയ വളരെ വിഡ്ഢണ്ടമായ വികലമായ വഹാബി ആശയവും പറയും. സുന്നികളെ വളരെ പുച്ഛമായി വളരെ മോശമായി അവതരിപ്പിക്കും, മോശമായി തെറി പറയും. അങ്ങനെയുള്ള നസീർ അസ്ഹരി എന്ന് പറയുന്ന അവരുടെ ഒരു പണ്ഡിതൻ, വഹാബി പണ്ഡിതൻ. ആ വഹാബി പാതിരിയോട്, മൗലവിയോട് ഈ അവസാന കാലം എനിക്ക് അവർ തമ്മിൽ ഏറ്റുമുട്ടിയതായ വാദഗതികളും സംസാരങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. UK ഉസ്താദ് നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല നസീർ അസ്ഹരിയുമായിട്ടുള്ള ആ വാഗ്വാദത്തിൽ, ആ വാട്സപ്പ് പോരാട്ടത്തിൽ അദ്ദേഹം നസീർ അസ്ഹരിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കൃത്യമായി UK ഉസ്താദ് ഇബാദത്തിന് നിർവചനം പറഞ്ഞപ്പോൾ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായ നസീർ അസ്ഹരിക്ക് മടക്കേണ്ടി വന്നു. അദ്ദേഹം ഒറ്റ കാര്യം ചെയ്യണത്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാനില്ല, പരസ്യമായി പബ്ലിക് സംവാദത്തിന് വാ എന്ന് UK ഉസ്താദ് വെല്ലുവിളിച്ചിട്ട് നസീർ അസ്ഹരിക്ക് നേരിടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവസാന UK ഉസ്താദ് ഏതാണ് തൻ്റെ വാദമെന്നും ആ വാദത്തിൻ്റെ മറുവാദവുമായി വന്ന് അതിന് തെളിയിക്കാൻ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1,00,000 ഇനാം, ഞാൻ പറയുന്ന വാദത്തെ പൊളിച്ചടക്കിക്കൊണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ, ഞാൻ പറയുന്ന വാദം ഞാൻ സ്ഥിരീകരിക്കും. അതിന് മറുവാദം അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാദത്തെ പൊളിച്ചടക്കാൻ കഴിയുന്ന ആരാണ് കേരളത്തിലുള്ളത്, അവർക്ക് ഞാൻ 1,00,000 ഇനാം പ്രഖ്യാപിക്കാം, അത് ഏറ്റെടുത്ത് വരാൻ തയ്യാറായാൽ എന്ന് പറഞ്ഞു UK ഉസ്താദ്. അതിന് മാത്രം ആണത്തം കാണിച്ച നിലപാടിൻ്റെ പണ്ഡിതനായിരുന്നു UK ഉസ്താദ്. പലരും അറിയാതെ പോയിട്ടുള്ള അദ്ദേഹത്തെ. അവസാന കാലഘട്ടമായപ്പോൾ കുറച്ചു കാലം അദ്ദേഹം രോഗിയായി. അദ്ദേഹം ഞാനുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധം എന്ന് ചോദിച്ചാൽ 40 ദിവസം UAE പര്യടനം ഞാൻ നടത്തിയപ്പോൾ 40 ദിവസം UAEയിലേക്ക് ഒരു യാത്ര പോകേണ്ട ആവശ്യമുണ്ടായപ്പോൾ അവിടുത്തെ 6ഓളം എമിറേറ്റ്സുകൾ അതൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതും എൻ്റെ ഒരു വഴികാട്ടി, എൻ്റെ യാത്രയിലെ ഒരു വഴികാട്ടി എന്ന് തന്നെ ബഹുമാനപ്പെട്ട മർഹൂം മൗലാന ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് മൗലവി, അദ്ദേഹം അതിന് സാക്ഷിയായിട്ടുണ്ട്. ആ ഉസ്താദ് എനിക്കതിന് വലിയൊരു മഹാനായ ഉസ്താദ് എനിക്കതിനൊരു വലിയ വഴികാട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി എനിക്കവിടെ കാണാൻ, ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലാണ് 10-15 ദിവസം UAEയിൽ ഷാർജയിൽ കഴിഞ്ഞുകൂടിയത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷിഹാബിൻ്റെ റൂമിൽ ഞങ്ങൾ 15 ദിവസം ഒന്നിച്ച്, പിന്നീട് പല സമയങ്ങളിലായി ഉസ്താദ് വരും പോകും. അങ്ങനെ ആ സമയത്തൊക്കെ സുബഹിക്ക് മുമ്പ് വളരെ പാതിരയിൽ എഴുന്നേറ്റ് നിന്ന് അത് കാറിൽ മുഴുകും. പിന്നീട് അദ്ദേഹം അവിടെയുള്ള തൊട്ടടുത്ത പള്ളിയിലേക്ക് പോകും.
അദ്ദേഹം പള്ളിയിലെത്തിയതിന് ശേഷമാണ് ഞങ്ങളൊക്കെ പള്ളിയിലെത്താറ്. ഞാനും മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു പള്ളിയിലെത്താറുള്ളത്. എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു മാതൃകയായിരുന്നു. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം സുബഹിക്ക് ശേഷം ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. ആ പള്ളിയിലേക്ക് പോകും. പള്ളി നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് നേരം ഔറാദിൽ മുഴുകും. നമ്മുടെ സമസ്തയുടെ മറ്റു ആലിമീങ്ങളെ പോലെ. ഞാൻ അങ്ങനെ കണ്ട മറ്റൊരു ആലിമാണ് എൻ്റെ തൊട്ടടുത്തുള്ള വല്ലത്തായിപ്പാറയിലുള്ള സമസ്തയുടെ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ഉമർ ഫൈലി ഉസ്താദ്. തൻ്റെ തൊട്ടടുത്ത് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന പള്ളിയിൽ സുബഹിക്ക് നേരത്തെ എത്തും. സുബഹി നിസ്കരിച്ച് ഖുർആനോതും, അല്പം നടക്കും. അങ്ങനെയുള്ള മാതൃകയുള്ള ഉസ്താദുമാർ. UK ഉസ്താദും അങ്ങനെ തന്നെയാ. അന്നത്തെ ദിവസം ഞാനൊരു കളക്ഷന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉസ്താദിൻ്റെ നിർദ്ദേശം തേടും. കാരണം UAE അടക്കമുള്ള എല്ലാ എമിറേറ്റ്സുകളിലും സുന്നിയ പോലെയുള്ള സ്ഥാപനങ്ങൾ അത് പടുത്തുയർത്താൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി. അക്കാലത്ത് അത്രമാത്രം ത്യാഗമുണ്ട്. ഞങ്ങളൊക്കെ UAEയിലെത്തി. UAEയിലേക്ക് ഒരു എമിറേറ്റ്സിലേക്ക് പോകാൻ 2.5 മണിക്കൂർ. അതിന് വാഹന സൗകര്യമുണ്ട്, കൊണ്ടുപോകാൻ ആളുകളുണ്ട്. അന്ന് അതൊന്നും ഇല്ലാത്ത കാലത്ത് നടന്നും അതുപോലെ പള്ളിയിൽ കയറി സംസാരിച്ചും. ഇന്ന് അതിനൊന്നും സൗകര്യമില്ല. അന്ന് വാഹന സൗകര്യമില്ലെന്ന്. പക്ഷേ പള്ളികൾ ഓപ്പണാണ്. ഇന്ന് പള്ളികളൊക്കെ മംനുവാൻ, രഹസ്യമായിട്ടാണ്. അപ്പം എങ്ങനെ ഇറങ്ങണം, എങ്ങനെ പോകണം അദ്ദേഹം നിർദ്ദേശിച്ചു തരും. ഓരോ ദിവസവും പോകുമ്പോൾ, ഒരു തവണ അജ്മാനിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ എനിക്ക് പരിചയമുള്ള ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ, അജ്മാനിലുള്ള ഷെയ്ഖ് യൂസുഫ്, അദ്ദേഹത്തെ കാണണം. അദ്ദേഹം ഇന്ന സ്ഥലത്താണ് ഉണ്ടാവുക. അദ്ദേഹത്തിനെ കിട്ടണമെങ്കിൽ ഇന്ന ആളുമായി ബന്ധപ്പെടണം. അതൊക്കെ ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തി തന്നു. കേരളത്തിൻ്റെ പല സ്ഥലത്തും പള്ളിക്ക് ശിലയിട്ട ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ അജ്മാൻ, അദ്ദേഹത്തെ കാണാൻ പരിചയപ്പെടാനും അവസരമുണ്ടാക്കി തന്നു UK ഉസ്താദ്. അങ്ങനെ UAEയിലെ പല എമിറേറ്റ്സിലും, ഫുജൈറ, റാസൽ ഖൈമ, അജ്മാൻ, അതുപോലെ ദുബൈ, അബുദാബി, അല്ലൈൻ, അവിടെയൊക്കെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, മർഹൂം അത്തിപ്പറ്റ ഉസ്താദ്, വലിയുല്ലാഹി അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹുവിൻ്റെ ആരിഫും മഹാനുമായ സൂഫിവരനായിരുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, നവ്വർ അല്ലാഹു മർക്കദ, ആ മഹാനുഭാവന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആ അത്തിപ്പറ്റ ഉസ്താദുമായിട്ട് UK ഉസ്താദിന് വലിയ ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധം. അത്തിപ്പറ്റ ഉസ്താദിന്റെ പേര് അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്ന അൽ ഐനിലെ സുന്നി സെന്റർ, അൽ ഐൻ സുന്നി സെന്റർ, അവിടെയൊക്കെ ബഹുമാനപ്പെട്ട UK ഉസ്താദ് വളരെ നേരത്തെ തന്നെ വളരെയധികം നല്ല ബന്ധം മഹാന്മാരുമായി പുലർത്തിയ അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് എന്നാണ്. അൽ ഉലമാഇന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം കാൽവെച്ച, അദ്ദേഹം ഇടപെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മഹാനുഭാവന്റെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പേരിൽ ഫാത്തിഹയോതി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട UK ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വയസ്സ്, വഫാത്താവുന്ന ഈ സമയത്ത് 80 വയസ്സുണ്ട്. 80 വയസ്സ് അദ്ദേഹം ചെലവഴിച്ചത് അള്ളാഹുവിൻ്റെ ദീനി പ്രചരണത്തിനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ ഒരു ധർമ്മമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ പ്രബോധന മേഖല. ആ സുന്നത്ത് ജമാഅത്തിന്റെ മേഖല അവസാനം വരെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ അദ്ദേഹം നയിക്കുന്ന ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ അടിപതറാതെ പാറ പോലെ ഉറച്ചു നിന്നു. തൻ്റെ കുടുംബങ്ങൾക്ക് വളരെയധികം സ്നേഹ തുല്യനായ പിതാവായി, മക്കൾക്ക്, കുടുംബങ്ങൾക്ക് സ്നേഹതുല്യനായ പിതാവായി. അദ്ദേഹത്തിൻ്റെ അനുജ സഹോദരന്മാർ പോലും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഞങ്ങളെ ഇക്കാക്ക, ഞങ്ങളെ കുടുംബത്തെ ഇണക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു. UK മജീദ് മുസ്ലിയാർ, മുമ്പ് ഷെയ്ഖിൻ്റെ പള്ളിയിൽ, ഇപ്പോൾ കോഴിക്കോട് ബദവി മക്കാമിൽ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുജ സഹോദരൻ UK മജീദ് മുസ്ലിയാർ. നേരത്തെ മരണപ്പെട്ടു പോയ UK മുഹമ്മദ് അലി മുസ്ലിയാർ, ഇതൊക്കെ കഴിഞ്ഞു പോയി. UK മുഹമ്മദ് അലി ബാക്കവി. ഇനിയും ജീവിച്ചിരിക്കുന്ന വേറെ സഹോദരങ്ങളുണ്ട്. അദ്ദേഹം, നമുക്കറിയാം, ഇവിടെ ബാക്കി വെച്ചത് ഈ ഇൽമിൻ്റെ പ്രസരണമാണ്. ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ സുന്ദരമായ അഖീദയാണ്.
അതിന് ഒരു കോട്ടവും സംഭവിക്കാതെ നമ്മൾ അത് നിലനിർത്തണം. അതിനുവേണ്ടി അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി നമ്മൾ മാറണം. അവ സംവാദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത് കൊട്ടപ്പുറം സംവാദത്തിൻ്റെ സൂത്രധാരകനായ UK ഉസ്താദ്, അദ്ദേഹം കോഴിക്കോട് അവസാനം നടന്ന സംവാദത്തിനും സൂത്രധാരകനാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ അബ്ദുൽ നസീർ അസ്ഹരി, അദ്ദേഹത്തെ വെല്ലുവിളിച്ച് വീഴ്ത്തി എന്ന് മാത്രമല്ല, അതൊക്കെ ഈ അവസാന കാലഘട്ടത്തിൽ നടന്നതാണ്. നമുക്കറിയാം ഇനി ഒരുപാട് സംവാദങ്ങൾ, അതൊക്കെ പിന്നീട് വഹാബികൾ പേടിച്ച് മാളത്തിലൊളിച്ച് ഇൻഡോർ വേദിയിൽ നടന്നതാണെങ്കിൽ ചെറുവാടിയിൽ വിഷ്ഡ മുജാഹിദിന്റെ ഒരു മുഖാമുഖം നടന്നിരുന്നു. ആ മുഖാമുഖത്തിന് 2 ഖണ്ഡനങ്ങൾ മഹാനായ UK ഉസ്താദിൽ നിന്ന് മാതൃക പകർന്നുകൊണ്ട് ഈ ഉള്ളവനടക്കമുള്ള ആളുകൾ ചെറുവാടിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്തിഖാമയുടെ നേതാവ്, സമസ്തയുടെ നേതാവ്, നമ്മുടെ സംവാദ നായകനായ മുസ്തഫ അഷ്റഫി കക്കുപടി അടക്കം ഈ അടുത്ത് ഖണ്ഡനം നടത്തിയിരുന്നു. വിസ്ഡം മുജാഹിദ് അവരോട് സംവാദത്തിൽ നമ്മൾ വെല്ലുവിളിച്ചു, കത്ത് കൊടുത്തു, കത്ത് നിരസിച്ചു. പിന്നീട് അവര് നിർബന്ധിതരായി സ്വീകരിക്കാൻ കത്ത് സ്വീകരിച്ചു. അവർ ചില അസാംഗത്യം പറഞ്ഞുകൊണ്ട് സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഹർക്കത്തും കസറത്തും ഇല്ല. അല്ല, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പാസ്പോർട്ട് ഓഫീസിലെ പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ പറഞ്ഞുകൊണ്ട് അവര് സംവാദത്തിന്റെ വ്യവസ്ഥയിൽ നിന്നും സംവാദത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ പിന്നെ ലെറ്റർ ഹെഡായി, ഔദ്യോഗികമായ ലെറ്റർ ഹെഡ് സുന്നി ജമഇയ്യത്തുൽ മുഅല്ലിമീൻ, സമസ്തയുടെ 14 പോഷക ഘടകങ്ങളിൽപ്പെട്ട ജമഇയ്യത്തുൽ മുഅല്ലിമീന്റെ പേരിൽ പോലും ലെറ്റർ കൊടുത്തിട്ട് അതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവർ മനസ്സിലാക്കിയത് ജമഇയ്യത്തുൽ മുഅല്ലിമീൻ സമസ്തയുടെ പോഷക ഘടകമല്ല എന്നാണ്. സമസ്തയുടെ പോഷക ഘടകമായിട്ട് പോലും അവർ പറയാണ്, വീണ്ടും നിങ്ങൾക്ക് സമസ്ത മുതൽ SKSF വരെ സംഘടനാ സംവിധാനമുണ്ടല്ലോ, തുടക്കത്തിൽ SK വരട്ടെ, സമസ്ത കേരള എന്ന് വരട്ടെ. സമസ്ത കേരള തന്നെയാണ് ജമിയത്തുൽ മുഅല്ലിമീൻ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനാണ്, SKJM. അതുപോലും അറിയാത്ത അഞ്ഞണമെന്നാൽ ഞാൻ അറിയും അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇഷ്ട മുജാഹിദ് തയ്യാറായില്ല. പക്ഷേ നമ്മൾ പറഞ്ഞത് എന്താ? തുറന്ന സംവാദം. അത് നിങ്ങൾ ഒരുക്കണ്ടോന്ന് ചോദിച്ചു. അവസാനം അവർ നിർബന്ധിതരായി. തുറന്ന സംവാദം ചെറുവാടി ഇൻഷാ അല്ലാഹ് നടക്കാൻ പോവുകയാണ്. അത് നടക്കുമ്പോൾ നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. മിസ്റ്റർ മുജാഹിദ് അതിനൊരുക്കമായി. നമ്മളൊരു തുറന്ന സംവാദത്തിന് വേണ്ടി ചെറുവാടിയിൽ, കൊട്ടപ്പുറത്തിന് ശേഷം പിന്നെ അങ്ങനെ ഒരു സംവാദം, തുറന്ന സംവാദം നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുന UK ഉസ്താദിൻ്റെ ഒക്കെ ആ പാവന സ്മരണക്ക്, UK ഉസ്താദിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംവാദം ചെറുവാടിയിൽ തുറന്ന സംവാദത്തിന് ഇനി കളമൊരുങ്ങാൻ പോവുകയാണ്. അതിന് അവർ സമ്മതിച്ചിട്ടുണ്ട്, അവരെ സമ്മതിപ്പിച്ചിട്ടുണ്ട്, അവരതിലേക്ക് വലിച്ചയച്ചിട്ടുണ്ട്, വ്യവസ്ഥ കൈമാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സംവാദം നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, നമുക്ക് ഒരുപാട് ഉസ്താദ് അവറുകളെ കുറിച്ച് പറയാനുണ്ട്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ നന്നായി കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും ഉത്തമർ. അള്ളാഹുവിനെ പേടിക്കുന്നവർ അവരാണ്. അവര് സമൂഹത്തിന് വലിയ വഴികാട്ടിയാൻ. ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായേൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഇസ്രായേലി പ്രവാചകന്മാർക്ക് തുല്യമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആളുകളാണ്. പക്ഷെ അവർ അതപ്പതിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാലഘട്ടത്തിലെ ജനങ്ങൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. പരസ്പരം പാരവക്കലുകളും പോരും വിദ്വേഷവും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് UK ഉസ്താദ് നമുക്ക് മാതൃകയാകുന്നത്. വിനയമാണ് ഒരു പണ്ഡിതന്റെ കൈമുതൽ, വിനയമാണ് ഒരു പണ്ഡിതൻ ഉണ്ടാവേണ്ട ഒരു ക്വാളിഫിക്കേഷൻ. അതില്ലാതെ അഹങ്കാരിയായി പണ്ഡിതൻ മാറാൻ പാടില്ല. മാത്രമല്ല തൻ്റെ ശബ്ദം മാത്രം, അല്ലെങ്കിൽ തൻ്റെ പെർഫോമൻസ് മാത്രം സമൂഹത്തിലുണ്ടായത് കൊണ്ട് കാര്യമില്ല. സമൂഹത്തിന് മാതൃകയുള്ള, നമുക്ക് അറിയാം, മുമ്പ് കഴിഞ്ഞു പോയ ഗ്രേസ്യരായ പണ്ഡിതന്മാരെ പോലെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ, കനിയത്ത് ഉസ്താദിനെ പോലെ, പതി ഉസ്താദിനെ പോലെ, മഹാനായ വാളംകുളം അബ്ദുൽ ബാരി മുസ്ലിയാരെ പോലെ, മഹാനായ പാർനൂർ ഇബ്രാഹിം മുസ്ലിയാരെ പോലെ, മഹാനായ ശൈഖുനാ കാളവാടി ഉസ്താദിനെ പോലെ, അങ്ങനെ തുടങ്ങിയിട്ട് ഇതാ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ UK ഉസ്താദിനെ പോലെയുള്ള നല്ല നിറകുടങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, അവര് ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇന്ന് ആ നിലപാട് നിൽക്കുന്ന മഹാനാൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അവരുടെ പാതയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക. ബഹുമാനപ്പെട്ട UK ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്ന സദസ്സായി ഈ സദസ്സ് മാറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉലമാക്കൾ അതപ്പതിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അവസാന കാലഘട്ടമാകുമ്പോ ഉലമാ അതപ്പതിക്കും. ഉലമാഉഹും തഹ്ത
ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഉലമാഉഹും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ ഏറ്റവും നീചരും നികൃഷ്ടരുമായി ആര് മാറും? ഉലമാഉമാറും. ഉലമാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യമെന്ന് പറഞ്ഞ പ്രവാചകനാ പറഞ്ഞത്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ നികൃഷ്ടരായിരിക്കും അവർ. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്ന് ഫിത്ന പുറപ്പെടും. വഫീഹിം തഊദ്, അവരിലേക്ക് തന്നെ ആ ഫിത്ന മടങ്ങുകയും ചെയ്യും. വൈകുന്നേരമായാൽ കവലകളിൽ ഇറങ്ങിയിട്ട് പണ്ഡിതന്മാരെ തെറി പറയുന്ന ഒരു പറ്റം ആളുകളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവര് പറയുന്നത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. വൈകുന്നേരമായാൽ അങ്ങാടികളിൽ ഇറങ്ങിയിട്ട് തെറി പറയുന്ന ഒരു പറ്റം നവീനവാദികളും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയും. പക്ഷെ സുന്നത്ത് ജമാഅത്തുമായിട്ട് അവർക്ക് യാതൊരു പുലബന്ധം പോലുമില്ല. അങ്ങനെയുള്ള ആളുകൾ ആലിമീങ്ങളെ ചീത്ത പറയുന്നു, സദാത്യങ്ങളെ തെറി പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം അപകടകരമാണ്.